ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുകയാണ്. ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കേരളം വിട്ടിട്ട് ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ തിരുപ്പൂരേക്കാണ് പോകുന്നത്. ഈ ബനിയൻ ക്ലോത്തിൻ്റെ ഐറ്റംസിൻ്റെ ഒരു ഹെഡ് തന്നെയാണ് തിരുപ്പൂർ എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് അവിടെയാണ്. എളാപ്പക്ക് അവിടെ ഫാക്ടറി ഉണ്ട് തിരുപ്പൂർ. അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് നൈറ്റ് ഡ്രസ്സ്, ടീഷർട്ട്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ആയി പോകണമെന്ന് വിചാരിക്കുന്നത്. ഈ കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചതാണ്. പക്ഷേ ബിസിനസ്സൊക്കെ ഡൗൺ ആവുമല്ലോ, നമ്മൾ പോവാതെയും ക്ലോത്ത് എടുത്ത് കൊടുക്കാതെയൊക്കെ നിന്നാൽ ബിസിനസ് ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ടാണ് മോളുണ്ടായിട്ട് കൂടെ നമ്മൾ ഇത്രയും എമർജൻസി ആയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പം അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ മോളെ ടോയ്സ്, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ എല്ലാവരും ചോദിക്കുന്ന ടോയ്സ് ഉണ്ട്, അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുക നിങ്ങൾ കാണിക്കും എന്നുള്ളത്. അപ്പം മോള് കാർ സീറ്ററായിട്ട് യൂസ് ചെയ്തത് ഇപ്പം ആ ടോയാണ് കേട്ടോ. അത് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറയാണ്. ആ ടോയാണ് ഞങ്ങളിപ്പോൾ കാർ സീറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ലോങ് പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ ടോയ് കാർ സീറ്ററായിട്ട് യൂസ് ചെയ്തത്. അങ്ങനത്തെ ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നില്ല കാർ സീറ്ററായിട്ടൊന്നും യൂസ് ചെയ്യേണ്ട. അടുത്തടുത്തൊക്കെ അല്ലേ നമ്മൾ പോകാറുണ്ടായിരുന്നത്. അപ്പം ഇപ്പം അത് നല്ലൊരു യൂസായി. അപ്പോൾ ആ ടോയ് കൊണ്ട് എനിക്ക് ഭയങ്കര മെച്ചങ്ങളേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്കത്. പിന്നെ ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന്. ഞങ്ങൾ കോഴിക്കോട് വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തു, വീട്ടിലുണ്ടായിരുന്നു ഒരു ദിവസം. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. 6 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പാലക്കാട് എത്തിയ സമയത്ത് ഒരു ഹോട്ടലിൽ കയറി. അവിടെ തിരക്കൊന്നും ഇല്ലാത്തൊരു ഹോട്ടലാണ്, മോർണിംഗ് ആയതുകൊണ്ട് തന്നെ തുറന്നിട്ടുള്ളൂ. അപ്പം ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് താത്തിയെന്നുള്ളൂ. പിന്നെ എന്താണ്, ഫുഡൊക്കെ ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ദോശയല്ല, ഇത് നെയ് റോസ്റ്റാണ്. നെയ് റോസ്റ്റും കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയും നല്ല ടേസ്റ്റാണ്. പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടക്കറിക്ക് അത്ര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹസ്ബൻഡാണ് പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചത്. അപ്പം പൊറോട്ട നല്ലതാണ്, നെയ് റോസ്റ്റൊക്കെ നല്ലതാണ്. മുട്ടക്കറി എനിക്ക് വലിയ ഇഷ്ടമായില്ല. പക്ഷേ നല്ല ഫുഡാണ് കേട്ടോ. ബാക്കി എല്ലാ ഐറ്റംസും, നല്ല ചട്നി, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പാലക്കാട് വഴി വരുന്നവർക്കൊക്കെ ഫുഡ് കഴിക്കാൻ നല്ല ഹോട്ടലുകളൊക്കെ ചിലപ്പം അറിയണ്ടായിരിക്കില്ല. അപ്പം ഇത് കുഴപ്പമില്ല, ഞങ്ങൾ പോയത് കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. പാലക്കാട് നിന്ന് നേരെ ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ ചെക്കിങ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പാസ് എടുത്തിട്ടുണ്ട്. കൊറോണ ആയതുകൊണ്ട് അതൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പം പാസ് നിർബന്ധമാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് പാസ് എടുത്തത്. അപ്പം ഏകദേശം വാളയാറൊക്കെ എത്തിയ സമയത്ത് ചെക്കിങ് ഉണ്ടായിരുന്നു. പോലീസിന് ജസ്റ്റ് നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി പാസ്, ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ. ഞങ്ങളങ്ങനെ ചെയ്തത്. വേറെ കൂടുതൽ ചെക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ആ പാസ് കാണിച്ചു കഴിഞ്ഞാൽ അവർ പോകാൻ പറഞ്ഞോളും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി തിരുപ്പൂർ. പക്ഷേ ഇപ്പം കൊറോണ ആയതുകൊണ്ടാണ് ഒരുപാട് യാത്രകൾ മാറ്റി വെച്ചത്. ഇപ്പോൾ പിന്നെ ഒട്ടും മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും ധൃതി പിടിച്ച് ഞങ്ങൾ പോയത്. പിന്നെ ടോൾ ബൂത്തിൻ്റെ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ട എന്താ വെച്ചാൽ 2-3 ടോൾ ബൂത്ത് ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, 2-3 ടോൾ ബൂത്ത് ഇവിടെ ക്ലോസ്ഡ് ആണ്. എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു, മോള് കരയോ, ലോങ് യാത്രയല്ലേ. അപ്പോൾ ഇതുവരെ ഇത്രയും ലോങ് അവൾ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. മോള് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ബാക്കിലിരുന്ന് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലൊരു സമാധാനമായി. എന്താ വെച്ചാൽ അവളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാനും ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇവളെ
വെളിയിലിറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് റൂമിൽ ഇവളെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പം ഞങ്ങൾ എപ്പോൾ തിരുപ്പൂർ പോകുന്ന സമയത്തും ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ വരാറുണ്ട്. ഇനി ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോവാറ്. ഈ റോട്ടിലൂടെ പോകുമ്പോൾ നല്ല വ്യൂ ആണ്. കുറേ മലകളുണ്ട്, പിന്നെ വാഴത്തോപ്പ്, തെങ്ങിൻ തോപ്പ്, ചെറിയ ചെറിയ കൃഷിയിടങ്ങൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൈവറ്റ് റോഡാണ്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ റോട്ടിലൂടെ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ കൂടെ നഷ്ടമൊന്നുമില്ല കേട്ടോ. റോഡെന്ന് പറഞ്ഞാൽ അത്രയും ഫിനിഷിങ്ങിലാണ്. നമുക്ക് എത്തേണ്ട സ്ഥലത്തൊക്കെ പെട്ടെന്ന് എത്തും. കുണ്ടോ കുഴിയോ അങ്ങനത്തെ ഒരു കാര്യവും ഈ റോട്ടിലുണ്ടാവില്ല. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു മരം ഉണ്ടല്ലോ, ഇത് പനയാണ് കേട്ടോ. നമ്മൾ റോഡ് സൈഡിലൊക്കെ വെച്ച് വെക്കുന്ന പനനങ്ക് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പനനങ്ക്. ഞാൻ ഈ വഴിയിലൂടെ പോകുന്ന സമയത്തൊക്കെ ഈ പനേൻ്റെ മുകളിൽ നോക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ പോയ സമയത്ത് ഇതിൻ്റെ മുകളിൽ നിറയെ കായ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കായൊന്നും കാണുന്നില്ല. ടോളിൽ നമ്മൾ എന്തായാലും നിർത്തില്ല. അപ്പോൾ ഈ അടുത്ത സൈഡിൽ തന്നെയാണ് ഈ പന ഉള്ളത്. അപ്പോൾ എപ്പോഴും ഞാനിതിൽ നോക്കുമ്പോൾ പനനങ്ക് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഇല്ല, എനിക്ക് തോന്നുന്നു സീസൺ കഴിഞ്ഞു, ഇനി പുതിയത് ഉണ്ടാവേണ്ടി വരും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബൈപ്പാസിൽ നിന്ന് നേരെ ടേൺ ചെയ്തു. ഇനിയിപ്പോൾ തിരുപ്പൂരേക്ക് പോകുന്ന റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുപ്പൂർ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെറുകിട വ്യവസായികളെ കാണാം. റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന ഈ ഡോളുകൾ, മൺകലങ്ങൾ, ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ റോഡ് സൈഡിൽ കാണാൻ പറ്റും. ഈ സമയമായതുകൊണ്ട് ഒന്നും നമുക്ക് നിർത്തി നോക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ സ്റ്റാർ എക്സ്പോർട്സ് ഉള്ളത് വെങ്കടേശ്വര സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് തിരുപ്പൂർ. അപ്പോൾ ഏകദേശം ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫാക്ടറിയിൽ എത്തുന്ന സമയത്ത് തന്നെ എളാപ്പൻ്റെ വണ്ടി മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി ആൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഞങ്ങൾ എത്തുന്നതിൻ്റെ തലേന്ന് എളാപ്പ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നടക്കുന്നത് ഡ്രസ്സിൻ്റെ അയണിങ്, പാക്കിംഗ് ഒക്കെയാണ്. സ്റ്റിച്ചിങ് യൂണിറ്റ് പുറത്താണ്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഇവരുടെ ഓഫീസാണ്. തേർഡ് ഫ്ലോറിലാണ് ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വന്നാൽ അവിടെയാണ് താമസിക്കൽ. ഇവിടെ ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത റൂമാണത്. ടിവിയും ഫ്രിഡ്ജും ബെഡും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കൽ. എളാപ്പയ്ക്ക് ഇവിടെ ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഗസ്റ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് ലോങ് ആണ് ഇവിടുന്ന്. അപ്പോൾ യാത്ര ഒരുപാട് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് നിൽക്കൽ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. കയറുമ്പോൾ ഒരു ഓഫീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്ലോത്തുകളും ഇവിടെ നിന്നാണ് പാക്കിങ്ങും അയണിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ ധൃതി പിടിച്ച പണിയിലാണ്. കാരണം ഇപ്പോൾ ഒരു ഷിപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് ഇവർ. ഇപ്പോൾ ഇവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങളുടെ ബ്രാൻഡാണ്. എളാപ്പൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഷിപ്മെൻറ്റിൽ ഞങ്ങളുടെ ഡ്രസ്സും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ഞങ്ങളുടെ ബ്രാൻഡ് നെയിം JB എന്നാണ് കേട്ടോ. J ഫോർ ജിൻസി, B ഫോർ ബാബു. ബാബു എന്ന് പറഞ്ഞാൽ ബദറുദ്ദീൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ബാബു എന്നാണ് എല്ലാവരും വിളിക്കുക. വീട്ടിലും എല്ലാവരും ബാബു എന്നാണ് വിളിക്കുക. നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ബാ എന്നാണ് വിളിക്കുക. അപ്പോൾ JB എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ചായയും പലഹാരങ്ങളൊക്കെ
റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ എളാപ്പൻ്റെ ഫ്രണ്ടും ഫാമിലിയും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൊണ്ടുതന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ക്ലോത്ത് എടുക്കാൻ മാർക്കറ്റിലേക്ക് പോയി. ഇപ്പോൾ പോകുന്നതാണ് തിരുപ്പൂർ മെയിനായിട്ടുള്ള ക്ലോത്തിൻ്റെ മാർക്കറ്റ്. ഇവിടെ ഫ്രഷ് ക്ലോത്തും സർപ്ലസ് ക്ലോത്തും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലോത്തിൻ്റെ മാർക്കറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫാക്ടറിയിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ തിരുപ്പൂർ മാർക്കറ്റിലേക്ക്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ 2 സൈഡിലും ഒരുപാട് ചെറിയ ചെറിയ ക്ലോത്തിൻ്റെ ഷോപ്പുകൾ കാണാൻ പറ്റും. നല്ല കളർഫുൾ ആയിട്ടുള്ള, പിന്നെ ഒരുപാട് വണ്ടികളിൽ ക്ലോത്ത് ഇറക്കുന്നതും കയറ്റുന്നതും ഒക്കെ കാണാൻ സാധിക്കും ഈ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ. ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ ചെയ്യുന്നത് ഈ തിരുപ്പൂർ വെച്ചിട്ടാണ്. US പോളോ, സ്കള്ളേഴ്സ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് ടീഷർട്ട്സുകളുണ്ടല്ലോ, അതൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത് ഈ തിരുപ്പൂരിൽ നിന്നാണ്. നമ്മളിപ്പോൾ മെയിൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ബനിയൻ ക്ലോത്തിൻ്റെ മെയിൻ മാർക്കറ്റാണ് കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് ക്ലോത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ടീഷർട്ടിനുള്ളത്, ലെഗിൻസിനുള്ളത്, നൈറ്റ് ഡ്രസ്സിനുള്ളത്, അങ്ങനെ നമ്മൾ ബനിയൻ ക്ലോത്ത് കൊണ്ട് എന്തൊക്കെ അടിക്കുന്നുണ്ടോ അതിനൊക്കെ പറ്റിയ ക്ലോത്തുകൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഷോപ്പിൽ കൂടുതലും സർപ്ലസ് ക്ലോത്തുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്താണ് ഈ സർപ്ലസ് ക്ലോത്തുകൾ എന്നുള്ളത് ചിലർക്ക് അറിയണ്ടാവില്ല. ഈ ഫാക്ടറികളുണ്ടല്ലോ, ഈ ബ്രാൻഡഡ് ഫാക്ടറികൾ, സ്കള്ളേഴ്സ്, അങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫാക്ടറികൾ, അവിടെ നിന്ന് ഒരുപാട് യൂസേജൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നല്ല നല്ല ക്ലോത്തുകൾ അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരും. ആ ബാലൻസ് വരുന്ന ക്ലോത്തുകൾ പലരും വാങ്ങിയിട്ട് അത് അവർ റീസെയിൽ ചെയ്യും. അങ്ങനെയുള്ള ഷോപ്പാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒന്ന് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരുപാട് പേർക്ക് മാസ്ക് ഇല്ല കേട്ടോ. മാസ്ക് ഇല്ലാതെയാണ് നടക്കുന്നത്. ഇനി അഥവാ മാസ്ക് ഇട്ട ആൾക്കാർ തന്നെയാണെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇവർ മാസ്ക് അയച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പുറത്തേക്കൊക്കെ പോകുന്ന ആളുകൾ നമ്മൾ സാനിറ്റൈസറും അതേപോലെ നല്ല സേഫ്റ്റി മാസ്കൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. തിരുപ്പൂർ എക്സ്പോർട്ടേഴ്സൊക്കെ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, യാണുണ്ടല്ലോ, നൂല് വാങ്ങിച്ചിട്ട് അത് ക്ലോത്താക്കി അത് കളറിൽ മുക്കി പിന്നെ അതിൽ പ്രിൻ്റ് കൊടുത്ത് അങ്ങനെയാണ് അവരൊരു ക്ലോത്ത് ആക്കിയിട്ട് മാറ്റുന്നത്. അങ്ങനെയുള്ള ഫാക്ടറികളാണ് ഇവിടെ ഒരുപാടുള്ളത്. അതല്ലാതെ സർപ്ലസ് ക്ലോത്തും ഫ്രഷ് ക്ലോത്തും ഒക്കെ എടുത്തിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ തിരുപ്പൂരുണ്ട്. ഞങ്ങൾ തിരുപ്പൂർ വന്നാൽ ഞങ്ങൾക്ക് എല്ലാ മാർക്കറ്റൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഏകദേശം ഒരു ഷോപ്പിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കാരണം കൂടുതൽ നടന്ന് വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങളിപ്പം നോർമലി പോയ ഒരു ഷോപ്പിലുള്ള ഒരു വീഡിയോ ആണ് കാണിച്ചത്. ബാക്കിയുള്ള ക്ലോത്തിൻ്റെ ഷോപ്പ്, ഞങ്ങൾ വാങ്ങിയ ഷോപ്പും കാര്യങ്ങളും ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ക്ലോത്തൊക്കെ എടുത്ത് തീരുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളാപ്പൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഉണ്ടാക്കിയ ബിരിയാണിയും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. പുറത്തുനിന്നല്ല ഭക്ഷണം കഴിച്ചത്. പോയ ദിവസം രാത്രി മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഭക്ഷണം കഴിച്ച് ഒരു 4 മണിയായപ്പോഴാണ് ഞങ്ങൾ 4-4:30 ഒക്കെ ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നാട്ടിലേക്ക്. പിറ്റേ ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പാലക്കാട് എത്തുന്നവരെ നല്ല മഴയായിരുന്നു. പിന്നെ ഇറങ്ങുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലെത്താനും നല്ല ലേറ്റായി. 11 മണിയൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തുന്ന സമയത്ത്. അപ്പം ഇന്നത്തെ വ്ളോഗിലെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്ര വിശേഷങ്ങളും ഇന്നത്തെ വ്ളോഗിലുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.